ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ കിച്ചണിൽ ഒരു വെറൈറ്റി റൈസാണ്. ഇത് ഒരു വൺ പാർട്ട് കുക്കിംഗ് ആണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട, പക്ഷേ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി റൈസാണ്. പരിപ്പ് സാദം അഥവാ ദാൽ റൈസ് എന്നും പറയാം. ഇത് കോയമ്പത്തൂർ സൈഡിൽ ഉള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒന്നുപോലെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. വരൂ വീഡിയോയിലേക്ക് പോകാം. ദാൽ റൈസ് അഥവാ പരിപ്പ് സാദം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡോപ്പി അരി അല്ലെങ്കിൽ പൊന്നി അരി ഏതെങ്കിലും ഒരു വൈറ്റ് റൈസാണ് നല്ലത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തോരമ്പരിപ്പ്, സാമ്പാറിനൊക്കെ നമ്മളിടുന്ന തോരമ്പരിപ്പ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാം. ഡൊപ്പി അരിയും തോരപ്പരിപ്പും നല്ലതുപോലെ വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ കുതിരട്ട്. നമ്മുടെ അരിയും പരിപ്പും നല്ലതുപോലെ കുതിർന്ന് വെള്ളം വാലാൻ വച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഒരു 10-20 കൊച്ചുള്ളി തൊലി കളഞ്ഞിട്ട് രണ്ടായിട്ട് മുറിച്ച് വച്ചിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ കഷ്ണങ്ങളായിട്ട്, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് മുറിച്ച് വച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ പൂടായതുകൊണ്ട് വെള്ളപ്പൂട് കുറച്ച് 10-20 എടുത്തിട്ടുണ്ട്. ഇത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. ഒരു 10 എടുത്താലും മതി ചെറുതാണെങ്കിൽ. വലുതാണെങ്കിൽ ഒരു ചതച്ചിട്ട് ഒരു 5-6 എടുത്താലും മതി. ഇനി നമുക്ക് ഒരു കുക്കർ ഗ്യാസിൽ വച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിന് വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ കാഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 3 വറ്റൽമുളക് 2ആയിട്ട് കിള്ളിയിടാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ച സ്മാൾ ഓണിയനും ഗ്രീൻ ചില്ലീസും ഗാർലിക്കും കൂടിയിട്ട് ഒന്ന് വഴറ്റാം. ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. നമ്മുടെ ചെറുള്ളിയും പച്ചമുളകും ലൈറ്റായിട്ട് വാടി തുടങ്ങി. ഇനി നമ്മൾ ടൊമാറ്റോയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. ടൊമാറ്റോ ഇട്ട ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സാൾട്ടും കൂടി ഇടാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് വഴഞ്ഞിട്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പം ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. നമ്മൾ ബിരിയാണിക്ക് പോലെ ഒരുപാട് ഉപ്പ് മുന്നിട്ട് നിൽക്കേണ്ട. ടൊമാറ്റോ ഉള്ളി കുറച്ച് വസങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, അതായത് ഇത് വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ്. ഇത് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റായിട്ടും ഉള്ള നല്ല കൊഴുപ്പോട് കൂടിയുള്ള ഒരു സാമ്പാർ പൊടിയാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ മുകളിൽ ഐ ബോക്സിൽ കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ. ഇത് സാമ്പാർ സാദമാണോ എന്ന് ചോദിച്ചാൽ സാമ്പാർ സാദമല്ല. പുളി ഒന്നും നമ്മൾ ചേർക്കുന്നുമില്ല, വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നുമില്ല. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് സാദമാണ്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ 2 കപ്പാണ് വെള്ളം ഒഴിക്കുന്നത്. 1.25 എല്ലാം കൂടി 1 കപ്പ് റൈസും 1/4 കപ്പ് പരിപ്പും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കറിലായതുകൊണ്ട് 1-ന് 1.5 അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എല്ലാം കൂടി 2 കപ്പ്. ഇതിനി തിളച്ച് വരട്ടെ. വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ച അരിയും പരിപ്പും കൂടി ഇതിലേക്ക് ഇടാം.
അരിയും പരിപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുള്ളിയും കോക്കനട്ട് ഓയിലുമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിന് ഹൈലൈറ്റ് കൊടുക്കുന്നത്. ഇനി അടച്ചു വയ്ക്കാം. അടച്ചു വച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടി സ്റ്റീം വരുമ്പം നമുക്ക് വെയിറ്റ് ഇടാം. സ്റ്റീം വന്ന് തുടങ്ങി. ഇനി നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ ആദ്യത്തെ വിസിൽ വന്ന ശേഷം നല്ലതുപോലെ കുറച്ച് വച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ട് ഞാൻ തീ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ വിസിലാണ് വരാൻ പോണത്. ഇനി നമുക്ക് അണയ്ക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് സ്റ്റീം പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞ് ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ജീരകവും കുരുമുളകും പെപ്പറും കൂടി ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒരു 1 ടേബിൾ സ്പൂൺ. എല്ലാം കൂടിയിട്ട് ലൈറ്റായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നല്ല ഉതിരിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ഒരു 1/4 കപ്പ്, ഒരുപാട് വേണ്ട, കുറച്ച്. എല്ലാം കൂടിയിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. തേങ്ങ, പെപ്പർ, ജീരകം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിച്ചീരയും കറിവേപ്പിലയും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവറും പരിപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും. നമുക്ക് ചൂടോടെ വിളമ്പാം. തണുത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണിത്. നമ്മുടെ ദാൽ റൈസ് റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇത് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റിയ ഒരു റൈസാണ്. ഇത് വെറൈറ്റി റൈസ്. ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും തന്നെ വേണ്ട. പൊട്ടാറ്റോ ചിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാർ അല്ലെങ്കിൽ സാലഡ്. ഞാനിവിടെ നെല്ലിക്ക അച്ചാർ, പപ്പടം, ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ റോസ്റ്റും വച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വെറുതെ തന്നെ ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടും ഉള്ള ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും ബ്ലോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടനുടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.